ഏറ്റവും അഭിമാനത്തോടു കൂടിയാണ് 2024 ജനുവരി 1 രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ISROയുടെ കൂടുതൽ സംഭാവനകൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. 60ാമത് വിക്ഷേപണമായിരുന്നു PSLVയുടെ ഇപ്പോൾ നടന്നിട്ടുള്ളത്. തമോഗർത്ത രഹസ്യങ്ങൾ തേടിയുള്ള എക്സ്പോസാറ്റ് ഉപഗ്രഹമാണ് 9:10 കൂടി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപിച്ചത്. അല്പസമയം മുൻപായിരുന്നു 25 മണിക്കൂർ നീണ്ട ഈ ഒരു കൗണ്ട് ഡൗൺ പൂർത്തിയാക്കി 9:10 കൂടി വിക്ഷേപണം നടന്നിരിക്കുന്നത്. ഔദ്യോഗികമായ പ്രതികരണങ്ങളിലേക്കും ഒരുപക്ഷേ ISRO ചെയർമാൻ തന്നെ നേരിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഘട്ടത്തിലേക്കുമൊക്കെയും എത്താനിരിക്കുന്നതേയുള്ളൂ. എങ്കിലും എന്താണ് എക്സ്പോസാറ്റ്, എങ്ങനെയാണ് ഇത് പ്രപഞ്ച രഹസ്യങ്ങൾ തേടിയുള്ള ആ ഒരു യാത്രയിൽ 5 വർഷം നീണ്ട ആ ഒരു പഠനം നടത്തുക എന്നതടക്കമുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വിശദാംശങ്ങളിലേക്കൊക്കെയും മോർണിംഗ് റൗണ്ടപ്പിലൂടെ തന്നെ പോവുകയാണ്. അതിഥി നമുക്ക് ഒപ്പം ഈ ഒരു ഘട്ടത്തിൽ ചേരുന്നുണ്ട്. ശ്രീ ദിലീപ് മലയാലപ്പുഴയാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നത്. അദ്ദേഹം ദേശാഭിമാനിയുടെ സയൻസ് ലേഖകൻ കൂടിയാണ്. സ്വാഗതം ശ്രീ ദിലീപ് മലയാലപ്പുഴ. വലിയ അഭിമാനാർഹമായ ഒരു നേട്ടമാണ്, പ്രത്യേകിച്ച് ഈ ഒരു ദിവസം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന വലിയ പ്രത്യേകതയുണ്ട്. 2023 പൂർണ്ണമായും നേട്ടങ്ങളുടെ ഒരു ചരിത്രം തന്നെ ബാക്കി വയ്ക്കുമ്പോൾ 2024 തുടക്കത്തിൽ തന്നെ ISRO വലിയ വലിയ ദൗത്യത്തിനും തുടക്കമിട്ടിരിക്കുന്നു എന്നെടുത്തു പറയേണ്ടി വരും. ഇത് പുതുവത്സര ദിനത്തിൽ ISROയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതും അതിനിർണായകമായ ഒരു വിക്ഷേപണത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് വിക്ഷേപണം നടന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ദൗത്യം കൃത്യമായി മുന്നോട്ട് പോവുകയാണ്. 21 മിനിറ്റ് കൊണ്ട് ദൗത്യം പൂർത്തീകരിക്കും. PSLV C-58 എന്ന് പറയുന്ന റോക്കറ്റ് ഒരു 21 മിനിറ്റ് കൊണ്ട് ദൗത്യം പൂർത്തീകരിച്ച് നമ്മുടെ എക്സോസാറ്റ് എന്ന് പറയുന്ന ഉപഗ്രഹത്തെ ലക്ഷ്യത്തിലെത്തിക്കും. 21 മിനിറ്റ് കഴിയുന്നതോടുകൂടി എക്സോസാറ്റ് ഉപഗ്രഹം ലക്ഷ്യത്തിലെത്തും. പിന്നീട് 5 വർഷ കാലാവധിയാണ് ഈ ഉപഗ്രഹത്തിനുള്ളത്. മറ്റ് ദൗത്യങ്ങളിൽ നിന്ന് വ്യത്യാസം ആദ്യമായിട്ട് ISRO ഒരു പരീക്ഷണത്തിന് തയ്യാറാവുകയാണ്. കൂടുതൽ പ്രപഞ്ച രഹസ്യങ്ങൾ, സാധാരണ പ്രപഞ്ച രഹസ്യങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ ദൗത്യങ്ങളും പ്രപഞ്ച രഹസ്യങ്ങൾ തേടിയുള്ളതാണെങ്കിൽ പോലും തമോഗർത്തങ്ങളെക്കുറിച്ചുള്ള വിവരശേഖരണത്തിന് ആദ്യമായി ISRO അയക്കുന്ന ഒരു ഉപഗ്രഹമാണിത്. തമോഗർത്തങ്ങളെ സംബന്ധിച്ച് മാനവരാശിക്ക് അറിവുകൾ പരിമിതമാണ്, വളരെ പരിമിതമാണ്. അതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ, ദൗത്യങ്ങൾ നാസ അടക്കമുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ ഏജൻസികൾ ധാരാളമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്പേസിലേക്ക് നമ്മുടെ ISROയും കടന്നു വരികയാണ്. തമോഗർത്തങ്ങൾ, നെബുലകൾ, അതുപോലെ തന്നെ പൾസാറുകൾ, അതുപോലെ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, നമുക്ക് ബഹിരാകാശ ശാസ്ത്ര രംഗത്ത് വളരെ വലിയ വിവരങ്ങൾ ലഭ്യമാകത്തക്ക രീതിയിലുള്ള അതിസങ്കീർണമായ ഒരു ദൗത്യമാണിത്. ഈ ദൗത്യം നമ്മുടെ ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ ISROയുടെ വലിയൊരു നേട്ടമാകാൻ പോവുകയാണ്. താങ്കളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും സങ്കീർണമായൊരു ദൗത്യമെന്ന് പറയുന്നു. ഔദ്യോഗികമായി ഓരോ ഘട്ടത്തിലും ഇപ്പോൾ വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യ 2 ഘട്ടം ഈ വിക്ഷേപണത്തിൻ്റെത് വിജയകരമായി പൂർത്തിയാക്കി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനിയുള്ള ഘട്ടങ്ങളെ എങ്ങനെ വിലയിരുത്താം? എത്ര സമയം കൊണ്ട് ഈ ഒരു വിക്ഷേപണം തീർത്തും വിജയകരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം? ഇപ്പോൾ നമ്മൾ 10, 12, 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. 21 മിനിറ്റ് കൊണ്ട് ഈ ദൗത്യം പൂർത്തിയാകും. PSLV എന്ന് പറയുന്ന റോക്കറ്റ് ISROയുടെ പടക്കുതിരയാണ്. പടക്കുതിര എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശ്വസ്തമായ വിക്ഷേപണ വാഹനം അഥവാ റോക്കറ്റാണ് PSLV. അപ്പോൾ PSLV ആദ്യ ദൗത്യം 93 സെപ്റ്റംബറിലായിരുന്നു. അത് പരാജയപ്പെട്ടു. പക്ഷേ പിന്നീടുള്ളതെല്ലാം വിജയകരമായ ഒരു 93 ശേഷം ഒരു ദൗത്യം കൂടി പരാജയപ്പെട്ടു. അത് ചെറിയ സാങ്കേതിക പിഴവ് മാത്രമാണ്. പിന്നീടുള്ള എല്ലാ ദൗത്യങ്ങളും വിജയമായിരുന്നു PSLV എന്ന് പറഞ്ഞാൽ ISROയുടെ പടക്കുതിര എന്നാണ് പറയുന്നത്. ISROയുടെ വിശ്വസ്തമായ വിക്ഷേപണ വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഈ വിക്ഷേപണം വിജയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇത് 21 മിനിറ്റ് കൊണ്ട് ഈ ദൗത്യം പൂർത്തീകരിക്കുകയും ഈ ഉപഗ്രഹം നിശ്ചിത ഓർബിറ്റിലെത്തുകയും ചെയ്യും. 5 വർഷം കൊണ്ട് ഈ നെബുലകൾ, തമോഗർത്തങ്ങൾ, അതുപോലെ തന്നെ ബ്ലാക്ക് ഹോളുകൾ, മറ്റ് പ്രപഞ്ച വസ്തുക്കളിൽ അല്ലെങ്കിൽ തമോഗർത്തങ്ങൾ മറ്റ് പ്രപഞ്ച വസ്തുക്കളിൽ നടത്തുന്ന സ്വാധീനം എത്രത്തോളമാണ് അതെല്ലാം പഠിക്കുകയും പ്രപഞ്ചത്തിലെ തീവ്രമായ എക്സ്റേ സ്രോതസ്സുകളെക്കുറിച്ച് പഠിക്കുക, അങ്ങനെ വിപുലമായ ഒരു പഠന
പഠനമാണ് ഈ ഉപഗ്രഹത്തിനെ കൊണ്ട് ISRO ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ ദൗത്യം പരിപൂർണമായ വിജയം എത്തും. കാരണം ISROയുടെ വിശ്വസ്തമായ പടക്കുതിരയായ വിശ്വസ്തമായ വിക്ഷേപണ വാഹനമാണ് PSLV. ഇപ്പോൾ തന്നെ ഏകദേശം ആ ദൗത്യം വിജയിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുകയാണെന്ന് തോന്നുന്നു.